ഭൂമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ സൂര്യൻ എത്രത്തോളം വലുതാണ്? പല പോപ്പുലർ സയൻസ് സൈറ്റുകളിലും സൂര്യൻ്റെയും ഭൂമിയുടെയും വലിപ്പം കാണിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷേ അവയിൽ പലതും യഥാർത്ഥ അനുപാതങ്ങളോ ദൂരങ്ങളോ കൃത്യമായി കാണിക്കുന്നവയല്ല. വാസ്തവത്തിൽ സൂര്യനെയും ഭൂമിയെയും അടുത്തടുത്തായി വെച്ചു കഴിഞ്ഞാൽ കാഴ്ച ഇങ്ങനെയായിരിക്കും. ഭൂമിയുടെ വ്യാസം 12,742 കിലോമീറ്ററാണ്. അതേസമയം സൂര്യൻ്റെ വ്യാസം ഏകദേശം 13,92,700 കിലോമീറ്ററാണ്. അതായത് സൂര്യൻ്റെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് ഏകദേശം 109 ഭൂമികളെ നിരത്തി വയ്ക്കുവാൻ കഴിയും. അങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാലും വീണ്ടും കുറച്ചുകൂടെ സ്ഥലം ബാക്കി വരും. ഇത് കേൾക്കുമ്പോൾ തന്നെ അതിശയകരമാണ്. പക്ഷേ സൂര്യൻ യഥാർത്ഥത്തിൽ എത്രത്തോളം വലുതാണ് എന്ന് ഇതുകൊണ്ട് പോലും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് കുറച്ചുകൂടെ വ്യക്തമാക്കുവാൻ മറ്റൊരു കണക്ക് നോക്കാം. ഭൂമിയുടെ മധ്യരേഖയ്ക്ക് ചുറ്റുമുള്ള ദൂരം എന്നത് ഏകദേശം 40,075 കിലോമീറ്ററാണ്. ഒരു സാധാരണ പാസഞ്ചർ വിമാനത്തിൻ്റെ ക്രൂയിസിംഗ് വേഗത മണിക്കൂറിൽ ഏകദേശം 800 കിലോമീറ്ററാണ് എന്ന് കരുതാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭൂമിയെ ചുറ്റി ഒരിക്കൽ പറക്കുവാൻ ലാൻഡിംഗ് ഒന്നുമില്ലാതെ ഏകദേശം 50 മണിക്കൂർ തുടർച്ചയായി പറക്കേണ്ടി വരും. അതായത് ഭൂമിയുടെ മധ്യരേഖയ്ക്ക് ചുറ്റുമുള്ള ഒരു യാത്ര എന്നത് ഏകദേശം 2 ദിവസത്തോളമാണ്. അതിനാൽ നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് ഉറപ്പിച്ചോളൂ. ഇനി നമുക്ക് അതേ സാങ്കല്പിക വിമാനം സൂര്യന് ചുറ്റും പറത്താം. സൂര്യൻ്റെ ചുറ്റളവ് ഏകദേശം 43,79,000 കിലോമീറ്ററോളമാണ്. ഇത്രയും ദൂരം സഞ്ചരിക്കുവാൻ നമ്മുടെ വിമാനത്തിന് വേണ്ടി വരിക ഏകദേശം 5,473 മണിക്കൂറുകൾ, അതായത് 228 ദിവസങ്ങൾ, 32 ആഴ്ചയിലും കൂടുതൽ, ഏകദേശം 8 മാസത്തോളം സമയം. ഇനി നമ്മൾ സൂര്യൻ്റെ വ്യാപ്തിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ കണക്കുകൾ ശരിക്കും ജ്യോതിശാസ്ത്രപരമായി മാറുകയാണ്. സൂര്യൻ്റെ വ്യാപ്തം ഏകദേശം 1.412 × 10⁻18 ക്യൂബിക് കിലോമീറ്ററോളമാണ്. ഈ കണക്ക് കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ലേ? ഇനി ഭൂമിയുടെ വ്യാപ്തം ക്യൂബിക് കിലോമീറ്ററിൽ എഴുതിയാലോ? നമ്മുടെ ഭാവന തന്നെ അവിടെ പരാജയപ്പെടാൻ തുടങ്ങും. കണ്ണുകൾക്ക് മുന്നിൽ പൂജ്യങ്ങൾ മാത്രം. ഇവ എത്ര വലിയ വ്യത്യാസമാണെന്ന് പോലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വലിയ കണക്കുകളൊക്കെ മാറ്റിവെച്ച് വളരെ ലളിതമായൊരു കാര്യം നോക്കാം. ഏകദേശം 13 ലക്ഷം ഭൂമികളെ സൂര്യൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അതെ, ഏകദേശം 13 ലക്ഷം ഭൂമികൾ. സൂര്യൻ്റെ വലിപ്പം മനസ്സിലാക്കുവാൻ ഇത്രയും മതി എന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ ഒന്ന് കാത്തിരിക്കൂ, ഇതെല്ലാം ഒരു തുടക്കം മാത്രമാണ്. കാരണം സൂര്യൻ വളരെയേറെ വലുതാണെങ്കിലും പ്രപഞ്ചത്തിൻ്റെ അളവുകോലിൽ നോക്കുമ്പോൾ ഇതൊരു സാധാരണ വലിപ്പമുള്ള നക്ഷത്രം മാത്രമാണ്. സൂര്യനേക്കാൾ വലുതായ നക്ഷത്രങ്ങളുണ്ട് എന്ന് ഈ വിഷയത്തെക്കുറിച്ച് അല്പമെങ്കിലും അറിവുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ അവ സൂര്യനേക്കാൾ എത്രത്തോളം വലുതായിരിക്കാം എന്ന് പലർക്കും സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അതിഭീമൻ നക്ഷത്രങ്ങളുണ്ട്, സൂപ്പർ ജെയിൻറ്റുകളുണ്ട്, അതിലും അപ്പുറം ഹൈപ്പർ ജെയിൻറ്റുകളുണ്ട്. ഇനി നമുക്ക് അവരിൽ ഓരോരുത്തരിലേക്കും പോകാം. ആദ്യം നമുക്ക് KY സിഗ്നിയെ പരിചയപ്പെടാം. സൂര്യനുള്ളിൽ 109 ഭൂമികൾ ഉൾക്കൊള്ളും എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഈ രാക്ഷസ നക്ഷത്രത്തിൻ്റെ വലിപ്പം അതിലും അപ്പുറമാണ്. ഇതിന് ഭൂമിയല്ല, ഏകദേശം 1000 സൂര്യന്മാരെ വരെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ ഭീമൻ നക്ഷത്രം നമ്മിൽ നിന്നും ഏകദേശം 5000 പ്രകാശവർഷങ്ങൾക്കകലെയാണ്. NGC 6913 എന്നറിയപ്പെടുന്ന പ്രകാശമേറിയ നക്ഷത്ര സമൂഹത്തിന് സമീപം സിഗ്നസ് നക്ഷത്ര രാശിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വിവിധ കണക്കുകൾ പ്രകാരം KY സിഗ്നിയുടെ പ്രകാശ തീവ്രത സൂര്യനേക്കാൾ 1,38,000 മുതൽ 2,70,000 മടങ്ങ് വരെയാണ്. എന്നാൽ ഇത്രയും പ്രകാശമുള്ള നക്ഷത്രമായിട്ടും ഇതിനെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയില്ല. കാരണം നമ്മളിലേക്ക് എത്തുന്ന ഇതിൻ്റെ പ്രകാശത്തെ അന്തർനക്ഷത്ര പൊടിപടലങ്ങളും വാതകങ്ങളും വലിയ തോതിൽ തടസ്സപ്പെടുത്തുന്നു. ഇതിൻ്റെ ഉപരിതല താപനിലയും സൂര്യനേക്കാൾ വളരെ കുറവാണ്, ഏകദേശം 3550 കെൽവിൻ. അതും ബഹിരാകാശത്തിലെ പൊടിപടലങ്ങൾക്കിടയിലൂടെ ഈ നക്ഷത്രത്തെ കാണുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു. KY സിഗ്നിയെപ്പോലുള്ള ഭീമൻ നക്ഷത്രങ്ങളുടെ കൃത്യമായ സവിശേഷതകൾ കണ്ടെത്തുക എന്നത് ശാസ്ത്രലോകത്തിന് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കൃത്യമായ വലിപ്പം പോലും എത്രയാണ് എന്ന് ഉറപ്പിച്ചു പറയുവാൻ നമുക്ക് സാധിക്കില്ല. അതിന് പല കാരണങ്ങളുമുണ്ട്. നക്ഷത്രത്തിലേക്കുള്ള ദൂരം, അന്തർനക്ഷത്ര പൊടിപടലങ്ങളുടെ സ്വാധീനം,
പ്രകാശത്തിൻ്റെ തടസ്സം, സമീപത്തുള്ള മറ്റ് നക്ഷത്രങ്ങളുടെ സാന്നിധ്യം, ഈ ഘടകങ്ങളെല്ലാം നമ്മുടെ കണക്കുകൂട്ടലുകളെ ബാധിക്കുന്നു. കൂടാതെ ഇത്തരം ഭീമൻ നക്ഷത്രങ്ങൾ ചിലപ്പോൾ സ്പന്ദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ വെറും 1-2 ഭൂവർഷങ്ങൾക്കുള്ളിൽ തന്നെ നക്ഷത്രത്തിൻ്റെ വലിപ്പത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. KY സിഗ്നിയുടെ കാര്യത്തിൽ ഇത് കുറച്ചുകൂടെ സങ്കീർണമാണ്. ഇത് വലിയ തോതിൽ പ്രകാശതീവ്രത മാറുന്ന ഒരു വ്യതിയാന നക്ഷത്രമാണ്. അതിനാൽ ഈ മാറ്റങ്ങൾക്ക് വ്യക്തമായൊരു നിശ്ചിത കാലയളവ് പോലുമില്ല. ചില സമയങ്ങളിൽ ഇതിൻ്റെ വലിപ്പം വളരെ വേഗതയിൽ മാറും. മറ്റു ചില സമയങ്ങളിൽ വളരെ കാലം ഇതിൻ്റെ വലിപ്പം ഏതാണ്ട് സ്ഥിരമായി തന്നെ തുടരും. ഇതെല്ലാം നക്ഷത്രത്തെക്കുറിച്ചുള്ള പഠനവും കൃത്യമായ വലിപ്പം കണക്കാക്കുന്നതിനെയും ബുദ്ധിമുട്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ KY സിഗ്നിയുടെ കൃത്യമായ വലിപ്പത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞർക്കിടയിൽ ഇന്നും ഏക അഭിപ്രായമില്ല. എങ്കിലും ഒരു കാര്യത്തിൽ മിക്ക ശാസ്ത്രജ്ഞരും യോജിക്കുന്നു. KY സിഗ്നി അറിയപ്പെടുന്ന ഹൈപ്പർ ജയൻറ്റുകളെ താരതമ്യേന ചെറുതായ ഒന്ന് തന്നെയാണ്. അതെ, ഇത് ചിലപ്പോൾ ഒരു അതിർത്തി നക്ഷത്രം എന്ന് പോലും വിളിക്കപ്പെടുന്നു. അതായത് ഇതിലും കുറഞ്ഞ പ്രകാശ തീവ്രതയുള്ള ഒരു നക്ഷത്രത്തെ ഹൈപ്പർ ജയൻ്റ് എന്ന് വിളിക്കാമോ എന്നതിൽ തന്നെ സംശയമുയരും. എന്നാൽ ഹൈപ്പർ ജയൻ്റ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത നക്ഷത്രങ്ങളുണ്ട്. അവയുടെ കൃത്യമായ വലിപ്പവും മറ്റ് സവിശേഷതകളും മാത്രമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. വളരെ കാലം തെളിയിക്കപ്പെട്ട വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഒരു നക്ഷത്രമാണിത്, VY കാനിസ് മജോറിസ്. ഭൂമിയിൽ നിന്നും ഏകദേശം 3800 മുതൽ 5000 പ്രകാശവർഷങ്ങൾ അകലെയാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. VY കാനിസ് മജോറിസ് എന്ന പേരുള്ള അതേ നക്ഷത്ര രാശിയിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. KY സിഗ്നിയെപ്പോലെ തന്നെ ഇതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് കൃത്യമായ അഭിപ്രായമില്ല. എങ്കിലും ഭൂരിഭാഗം കണക്കുകളും സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ആരം സൂര്യൻ്റെ ഏകദേശം 1420 മടങ്ങാണ് എന്നതാണ്. ഇത്രയും വലുതാണത്. നമ്മുടെ സൂര്യൻ്റെ സ്ഥാനത്ത് VY കാനിസ് മജോറിസിനെ വെച്ചാൽ അതിൻ്റെ പുറംഭാഗം വ്യാഴത്തിൻ്റെ ഭ്രമണപഥം വരെ എത്തും. ഇനി രസകരമായൊരു കാര്യം കാണാം. ഇത്രയും ഭീമാകാരമായ വലിപ്പമുള്ള ഈ നക്ഷത്രത്തിൻ്റെ മാസ് സൂര്യൻ്റെ ഏകദേശം 15 മുതൽ 25 മടങ്ങ് വരെയേ ഉള്ളൂ. ആയിരക്കണക്കിന് മടങ്ങൊന്നുമില്ല, വെറും 15 മുതൽ 25 മടങ്ങ് മാത്രം. ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടും, പക്ഷേ അത് സത്യമാണ്. എങ്ങനെയാണ് ഇത്രയും വലിയ നക്ഷത്രത്തിന് ഇത്ര കുറഞ്ഞ മാസ് വന്നത്? അതിനുള്ള കാരണം മനസ്സിലാക്കുവാൻ അതിൻ്റെ സാന്ദ്രത നോക്കാം. ഈ നക്ഷത്രത്തിൻ്റെ ശരാശരി സാന്ദ്രത ഒരു ഘനമീറ്ററിന് ഏകദേശം 5.33 മുതൽ 8.38 മില്ലിഗ്രാം വരെയാണ്. ഇത് കേട്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ശരി, ഭൂമിയുടെ അന്തരീക്ഷവുമായി നമുക്ക് താരതമ്യം ചെയ്യാം. സമുദ്രനിരപ്പിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ സാന്ദ്രത ഒരു ഘനമീറ്ററിന് ഏകദേശം 1.2 കിലോഗ്രാമാണ്. അതായത് ഈ നക്ഷത്രത്തിലെ ദ്രവ്യത്തിൻ്റെ ശരാശരി സാന്ദ്രത ഭൂമിയുടെ ഉപരിതലത്തിലെ വായുവിനേക്കാൾ ഏകദേശം 100,000 മടങ്ങോളം കുറവാണ്. ഇത് ഇത്ര വിപ്ലവകരവും അസംബന്ധവുമാണ് എന്ന് തോന്നിയാലും ഹൈപ്പർജയൻ്റ് നക്ഷത്രങ്ങൾക്ക് ഇത് സാധാരണമായ കാര്യമല്ല. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളിൽ ഇത് സാധാരണമാണ്. ഈ നക്ഷത്രം വളരെ കുറച്ചു കാലം മാത്രമാണ് ജീവിച്ചിട്ടുള്ളത്, ഏകദേശം 10 ദശലക്ഷം വർഷങ്ങൾ. താരതമ്യത്തിനായി നമ്മുടെ സൂര്യന് ഇതിനകം 4.5 ബില്യൺ വർഷത്തോളം പ്രായമുണ്ട്. എന്നിട്ടും സൂര്യന് ഇനിയും വളരെ ദീർഘമായൊരു ജീവിതം ബാക്കിയുണ്ട്. എന്നാൽ VY കാനിസ് മജോറിസിൻ്റെ കാര്യത്തിൽ ഏകദേശ കണക്കുകൾ പ്രകാരം ഇനി 1,00,000 വർഷത്തിൽ കൂടുതൽ ആയുസ് ബാക്കിയില്ല. ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഈ നക്ഷത്രം ഇതിനകം തന്നെ അതിൻ്റെ പിണ്ഡത്തിൻ്റെ പകുതിയിലധികം ബഹിരാകാശത്തേക്ക് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. 2021 ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ഈ നക്ഷത്രത്തിൽ നിന്നും വലിയ തോതിലുള്ള ചൂടുള്ള വാതകങ്ങൾ പുറത്തേക്ക് തെറിച്ചു പോകുന്നത് നിരീക്ഷിച്ചു. ഈ സംഭവങ്ങൾ നക്ഷത്രത്തിൻ്റെ പ്രകാശ തീവ്രതയിലെ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുന്നതായിരുന്നു. ഈ പ്രക്രിയ ഇനിയും ശക്തമായേക്കുമെന്നാണ് കരുതുന്നത്. ഈ നക്ഷത്രത്തിൻ്റെ ഭാവിയിൽ കൃത്യമായി എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ ആർക്കും ഉറപ്പിച്ചു പറയുവാൻ സാധിക്കില്ല. ഇതാദ്യം ഒരു മഞ്ഞ ഹൈപ്പർ ജയൻ്റായി മാറുകയും പിന്നീട് വോൾഫ് റയറ്റ് നക്ഷത്രം എന്നറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തേക്കാം. ഇത് വളരെ അപൂർവമായൊരു വിഭാഗം ഭീമൻ നക്ഷത്രമാണ്. പരിണാമത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയ ഇവയ്ക്ക് അവയുടെ ഭൂരിഭാഗം ഹൈഡ്രജൻ ആവരണവും ഇതിനോടകം നഷ്ടപ്പെട്ടിരിക്കും. എന്നാൽ അവയിൽ ഇപ്പോഴും വലിയ അളവിൽ ഹീലിയം ഉണ്ടാകും. അതാണ് അവയുടെ കാമ്പിൽ നടക്കുന്ന താപ ന്യൂക്ലിയർ പ്രതിപ്രവർത്തനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. എന്തായാലും VY കാനിസ് മജോറിസിൻ്റെ അന്ത്യം ഏകദേശം ഉറപ്പാണ്. മറ്റ് സൂപ്പർ ജയൻ്റ് നക്ഷത്രങ്ങളെപ്പോലെ ഇതും ഒരു സൂപ്പർനോവയായി പൊട്ടിത്തെറിക്കുവാൻ വളരെ വലിയ സാധ്യതയുണ്ട്. ഒരുപക്ഷെ
അതിലും ശക്തമായൊരു ഹൈപ്പർനോവയായി പോലും ഇത് മാറാം. ഇത് ഇതിനകം തന്നെ വലിയ തോതിൽ ഹീലിയത്തെ കാർബണാക്കി മാറ്റുന്ന പ്രക്രിയയിലാണ്. തുടർന്ന് കൂടുതൽ ഭാരമേറിയ മൂലകങ്ങൾ രൂപപ്പെടുകയും ഒടുവിൽ ഇരുമ്പ് വരെ എത്തുകയും ചെയ്യും. പ്രശസ്തമായ ബെറ്റിൽജ്യൂസിനെ പോലെ തന്നെ BY കാനിസ് മെജോറിസും തുടർച്ചയായി അതിൻ്റെ മാസ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശ കണക്കുകൾ പ്രകാരം അടുത്ത 1,00,000 വർഷത്തിനുള്ളിൽ ഇത് പൊട്ടിത്തെറിച്ചേക്കാം. ഈ സ്ഫോടനത്തിൽ നിന്നും അതിശക്തമായ ഗാമാ റേ ബർസ്റ്റുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ സെക്കൻഡിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ഭീമാകാരമായ ഷോക്ക് വേവ് രൂപപ്പെടുകയും അതിൻ്റെ വഴിയിലുള്ള സമീപ ബഹിരാകാശത്തിലെ വസ്തുക്കളെപ്പോലും തകർത്തുകൊണ്ട് മുന്നേറുകയും ചെയ്യും. സ്ഫോടനത്തിൽ നിന്നുള്ള വികിരണം വർഷങ്ങളോളം അതിൻ്റെ ശക്തി ക്രമേണ കുറഞ്ഞ് ഇല്ലാതാകുന്നതുവരെ വളരെ ദൂരെയുള്ള ബഹിരാകാശ പ്രദേശങ്ങളിലേക്ക് പോലും എത്തിക്കൊണ്ടേയിരിക്കും. ഒടുവിൽ ഈ നക്ഷത്രത്തിൻ്റെ സ്ഥാനത്ത് ഒരു ന്യൂട്രോൺ നക്ഷത്രം പോലും ഉണ്ടാകാതെ ഒരു ബ്ലാക്ക് ഹോൾ രൂപപ്പെടാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പോഴേക്കും ഭൂമിയിൽ ബുദ്ധിയുള്ള ജീവികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു കാഴ്ച കാണുവാൻ കഴിയും. ആ മഹാസ്ഫോടനം പകൽ സമയത്ത് പോലും ഭൂമിയിൽ നിന്ന് കാണുവാൻ കഴിയുന്ന അത്ര പ്രകാശമുള്ളതായിരിക്കും. അടുത്തത് സ്റ്റീഫൻസൺ 2-18 ആണ്, നിലവിലെ വലിപ്പ ചാമ്പ്യൻ. ഈ നക്ഷത്രം സ്ക്യൂട്ടം നക്ഷത്രരാശിയിലെ സ്റ്റീഫൻസൺ 2 എന്ന നക്ഷത്ര സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തിളക്കമുള്ള ചുവന്ന ഹൈപ്പർ ജെയിൻ്റ് നക്ഷത്രമാണ്. മുൻപ് പരിചയപ്പെട്ട 2 നക്ഷത്രങ്ങളെക്കാളും വളരെ അകലെയാണിത്. ഭൂമിയിൽ നിന്നും ഏകദേശം 18,910 പ്രകാശവർഷങ്ങൾ അകലെ. എങ്കിലും ഇവയേക്കാൾ അല്പം നന്നായി പഠിക്കപ്പെട്ട നക്ഷത്രമാണിത്. അതേസമയം ഇതിൻ്റെ കൃത്യമായ വലിപ്പത്തെക്കുറിച്ച് ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്. എന്നാൽ ഏറ്റവും യാഥാർത്ഥ്യ ബോധ്യമുള്ളതായി കരുതപ്പെടുന്ന വലിപ്പം പോലും കേട്ടാൽ ഞെട്ടിപ്പോകും. സൂര്യൻ്റെ ഏകദേശം 2150 മടങ്ങ് ആരം. നമ്മുടെ സൂര്യൻ്റെ സ്ഥാനത്ത് സ്റ്റീഫൻസൺ 2-18 വെച്ച് കഴിഞ്ഞാൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, പിന്നെ വ്യാഴം അവിടം വരെ നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ അപ്രത്യക്ഷമായി പോകും. അതിൻ്റെ ഫോട്ടോസ്ഫിയർ, അതായത് നക്ഷത്രത്തിൻ്റെ ദൃശ്യമായ പുറംഭാഗം ശനിയുടെ ഭ്രമണപഥം വരെ എത്തും. ഇത്രയും ഭീമാകാരമായ വലിപ്പമുള്ള താരതമ്യേന തണുത്ത ചുവന്ന സൂപ്പർ ജയൻ്റായ സ്റ്റീഫൻസൺ 2-18 പ്രകാശ തീവ്രത നമ്മുടെ സൂര്യനേക്കാൾ ഏകദേശം 4,37,000 മടങ്ങാണ്. ഇതിൻ്റെ വോളിയം സൂര്യൻ്റെ വോളിയത്തിൻ്റെ ഏകദേശം 10 ബില്യൺ മടങ്ങാണ്. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് ഓർക്കൂ. സൂര്യൻ്റെ ഉള്ളിൽ ഏകദേശം 13 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ കഴിയും. ഇനി 10 ബില്യൺ സൂര്യന്മാരുടെ വലിപ്പം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. അത് എത്രത്തോളം ഭീമാകാരമാണെന്ന് സങ്കല്പിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ മറ്റൊരു അതിശയകരമായ കാര്യമുണ്ട്. വോളിയത്തിൽ ഇത്രയും വലിയ വ്യത്യാസമുണ്ട് എങ്കിലും സ്റ്റീഫൻസൺ 2-18 മാസ് സൂര്യൻ്റേതിനേക്കാൾ ഏകദേശം 50 മടങ്ങ് മാത്രമാണ്. അതായത് വലിപ്പത്തിൽ ഭീമനാണ് എങ്കിലും ഇതിനുള്ളിലെ ദ്രവ്യം അതിശയകരമാം വിധം വിരളമാണ്. അതിൻ്റെ സാന്ദ്രത ഭൂമിയിലെ വായുവിനേക്കാൾ പോലും ലക്ഷക്കണക്കിന് മടങ്ങ് കുറവാണ്. ഇത്തരത്തിലുള്ള വളരെ കുറഞ്ഞ സാന്ദ്രത തന്നെയാണ് ഹൈപ്പർ ജയൻ്റ് നക്ഷത്രങ്ങളുടെ ഒരു പ്രധാന സവിശേഷത. ഇത്തരം നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത് നക്ഷത്ര രൂപീകരണം അതിശക്തമായി നടക്കുന്ന ഏറ്റവും വലുതും സാന്ദ്രവുമായ പ്രദേശങ്ങളിലാണ്. അവിടെ പുതിയ നക്ഷത്രങ്ങൾ രൂപപ്പെടാൻ ആവശ്യമായ വസ്തുക്കൾ അക്ഷരാർത്ഥത്തിൽ സാന്ദ്രമായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരം നക്ഷത്രങ്ങൾ ഇത്രയും ഭീമാകാരമായി വളരുന്നത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ആയുസ്സും വളരെ കുറവാണ്. അവയുടെ ജീവിതത്തിൻ്റെ അവസാനം അവ അതിശക്തമായ രീതിയിൽ മരിക്കുകയും ചെയ്യും. നമ്മുടെ സൂര്യനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ശരിക്കും ഭാഗ്യമുണ്ട്. സൂര്യൻ്റെ ഇത്തരം ഭീമാകാരമായ നക്ഷത്ര രൂപീകരണ മേഖലയിൽ നിന്നും വളരെ അകലെയാണ് ജനിച്ചത്. ഇത് ശരിക്കും ഭാഗ്യമായ കാര്യമാണ്. കാരണം നക്ഷത്ര രൂപീകരണ മേഖലകൾ ഒരു യഥാർത്ഥ ചൂള പോലെയാണ്. അവിടെ എല്ലാ കാര്യങ്ങളും അതിശക്തമായ ഊർജത്തിൻ്റെയും വികിരണത്തിൻ്റെയും ഇടയിലാണ് നടക്കുന്നത്. അത്തരം പ്രദേശങ്ങളിൽ ഭൂമിയിലെ പോലെ ജീവൻ രൂപപ്പെടുക എന്നത് അസാധ്യമാണ്. നമ്മുടെ സൂര്യൻ ജീവൻ രൂപപ്പെടാൻ അനുയോജ്യമായ സാഹചര്യങ്ങളുള്ള ഒരു ശാന്തമായ ഇടത്താണ് ജന്മമെടുത്തത്. അത്തരം ബഹിരാകാശ രാക്ഷസന്മാരിൽ നിന്നും വളരെ അകലത്തിലുള്ള ഒരു സുരക്ഷിതമായ പ്രദേശത്ത്. അതുകൊണ്ട് ഇവയെല്ലാം വളരെ ദൂരെ നിന്ന് നോക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.